എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിലായിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്ന പ്രകാശന് സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുവാണ്. പ്രകാശന്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. ആ സമയമാണ് ഭാനുമതി അമ്മ അങ്ങോട്ട് വരുന്നേ. ഭാനുമതി അമ്മ നോക്കി കഴിഞ്ഞപ്പത്തിനും പ്രകാശ് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ചിരിച്ചോണ്ടിരിക്കുക. ഇവനിത് എന്തു പറ്റി? ഇവൻ ഈ ലോകത്തെങ്ങും അല്ലല്ലോ. എടാ പ്രകാശാന്ന് വിളിക്കാണ്. പ്രകാശം കേട്ടില്ല. ഇവരെന്താ സ്വപ്ന ലോകത്താന്ന് തോന്നുന്നു. ഓ മിക്കവാറും സ്വപ്നം കണ്ടോണ്ടിരിക്കുമായിരിക്കും. ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമായിരിക്കും. പ്രകാശന്റെ മനസ്സിൽ മറ്റാരും ആയിരുന്നില്ല, ലക്ഷ്മിയായിരുന്നു. ലക്ഷ്മി എന്ന് വിചാരിച്ച് പ്രകാശം കണ്ടത് കാർത്തിയുടെ ഫ്രണ്ടിനെയാണ്. അപ്പൊ അവരുടെ സൗന്ദര്യത്തിൽ പ്രകാശൻ അങ്ങോട്ട് വീണുപോയി. അപ്പൊ അങ്ങനെ അവരുടെ കൈയും പിടിച്ചിങ്ങനെ ചാടുന്ന ഡാൻസ് കളിക്കുന്ന രംഗങ്ങളൊക്കെ ഓർത്തിരുന്നപ്പോ തന്നെ പ്രകാശൻ അറിയാതെ കുളിര് ഒരുവാണ്. അങ്ങനെ ആ സ്വപ്നത്തിന്റെ ഇടയ്ക്ക് ഭാനുമതിയമ്മ എന്ന് കൈക്കിട്ട് തട്ടു കൊടുക്കുന്നത്. എടാ പ്രകാശൻ ഒറ്റ വിളി വിളിക്കാണ്. പ്രകാശൻ ഞെട്ടി എഴുന്നേറ്റു. എന്താമ്മേ എന്താ കാര്യം? അത് നീ എന്തായിരുന്നു ചിരിച്ചേ? ഞാൻ ചിരിച്ചോ? എപ്പോ? വെറുതെ കള്ളത്തരം പറയരുത്. നീ സ്വപ്നം കാണുമല്ലായിരുന്നെന്ന് ചോദിക്കും. സ്വപ്നോ? ഞാനോ? പിന്നല്ലാതെ. എനിക്ക് മനസ്സിലായി നീ സ്വപ്നം കാണുമായിരുന്നെന്ന്. നീ കണ്ണടച്ചിരുന്ന് സ്വപ്നം കാണുമായിരുന്നു പറയും. ഞാൻ സ്വപ്നമൊന്നും കണ്ടില്ലമ്മേ. ഞാൻ ആരെ സ്വപ്നം കാണാനെന്ന് ചോദിക്കാം. പിന്നെ ആണോന്നോ? അതെ, മുമ്പായിരുന്നു ഞാൻ സമ്മതിച്ചാനോ. പക്ഷെ നിന്റെ ആ പ്രായത്തിൽ നീ സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നിന്റെ 55ാമത്തെ വയസ്സില് നീ സ്വപ്നം കാണാൻ തുടങ്ങിയെന്ന് പറയാ. ഒന്ന് പതുക്കെ പറമേ. ദേ അവനെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു നാണക്കേട്. ഒന്ന് പോട പ്രകാശ. ഇന്നത്തെ കാലത്തെ മക്കളൊക്കെ ഉണ്ടല്ലോ, പ്രായം നോക്കത്തില്ല. അച്ഛനെ അമ്മയോ അച്ഛനെ അമ്മമാരെയും ഒക്കെ പ്രേമിക്കാൻ വേണ്ടിയാ നടത്തുന്ന കണ്ടിട്ടില്ലേ? 60ാമത്തെ വയസ്സിൽ വിവാഹം നടത്തി കൊടുത്തു. അങ്ങനെയൊക്കെ നീ കേട്ടിട്ടില്ലേന്ന് ചോദിക്കും. എന്റെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു നാണക്കേടിക്കില്ലേന്ന് ചോദിക്കും. പിന്നെ ഒരു നാണക്കേടുള്ള ഒരാൾ വന്നിരിക്കുന്നു. അല്ല നീ ആരെ സ്വപ്നം കണ്ടേ? രശ്മിനെ ആണോന്ന് ചോദിക്കും. അല്ല അത് പിന്നെ അമ്മ എനിക്ക് മനസ്സിലായുടെ പ്രകാശ. കണ്ടുകൊണ്ടു നന്നായിട്ട് നീ സ്വപ്നം കണ്ടോളാൻ പറയണം. ആയ കാലത്ത് നിനക്ക് സ്വപ്നം കാണാൻ പറ്റിയില്ല. ഈ പ്രായത്തിലെങ്കിലും നിനക്ക് സ്വപ്നം കാണാൻ പറ്റുമല്ലോ എന്ന് പറയാം. എന്റെ 75ാമത്തെ വയസ്സില് അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു കിട്ടിയെന്ന് പറയണം. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, എന്റെ അമ്മ ഇതൊന്നും ചെന്ന് അവനോടെങ്ങും പറഞ്ഞു കൊടുത്തേക്കല്ല, വിക്രത്തിനോടൊന്നും. ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാ. അല്ലടാ പ്രകാശ, ഈ സ്വപ്നം കണ്ടെന്ന് നീ പറഞ്ഞു. ആ സ്വപ്നത്തിലെ ലക്ഷ്മിയുടെ മുഖം എങ്ങനെയായിരുന്നു? നീ അവളുടെ മുഖം കണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട് ഞാൻ പ്രകാശനം ഞെട്ടി. അല്ല അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അപ്പൊ നീ കണ്ടിട്ടുണ്ടല്ലേന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാ ഞാൻ കണ്ടമ്മേന്ന് പറയണ കാർത്തികരോടെ. എന്നിട്ട് എങ്ങനെയുണ്ട്? സുന്ദരിയാന്ന് പറയണ. ആഹാ കൊള്ളാലോ. അമ്മ മോളെക്കാളും ഭയങ്കര സുന്ദരിയാന്ന് പറയണ. എന്നാലും നിന്റെ ഒരു ഭാഗ്യം എന്റെ പ്രകാശം. അത് ഈ സമയത്ത് എല്ലാം നല്ലതിന് വേണ്ട. ആ ദീപ ഒഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ നിന്റെ ഈ പ്രായത്തില് നിനക്ക് സുന്ദരിയായിട്ടൊരു ഭാര്യയെ കിട്ടുമെന്ന് ചോദിക്കാം. അത് ശരിയാന്ന് പറയാണ്. പിന്നീട് പ്രകാശൻ ഓർത്തു, ഒന്ന് ലക്ഷ്മിനെ വിളിച്ചു നോക്കിയാലോ. അങ്ങനെയൊക്കെ ഓർത്തുണ്ട് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടനെ പ്രകാശൻ വിളിക്കുകയാണ്. ലക്ഷ്മിനെ ഫോൺ വിളിക്കുകയാണ്. അപ്പൊ ലക്ഷ്മി ചോദിച്ചു, ആഹാ ഏട്ടനോ? എന്താ പ്രകാശ് ഏട്ടാന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ മോളൂനെ സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു പറയാ. അതിന് എന്നെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാ? അല്ല അത് പിന്നെ ഞാൻ എന്റെ മനസ്സിലൊരു മുഖം അങ്ങോട്ട് സങ്കല്പിച്ചെടുത്തെന്ന് പറയണ. ഓ അങ്ങനെ. അതിനകത്ത് ഇതേ എന്റെ മഹാലക്ഷ്മി ഭയങ്കര സുന്ദരിയാന്ന് പറയാണ്. ഓഹോ അങ്ങനെ. നീ കാണേണ്ട പ്രകാശ, നീ ഒടുക്കത്തെ കാണാനാ കാണുന്നേ. അധികം നീ കാണത്തില്ല. നിന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകുന്ന നീ കണ്ടോളം പറയണം. അല്ല എന്താ ലക്ഷ്മി, എന്താ മോളൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക. ഒന്നില്ലാന്ന് പറയണ. അല്ല പ്രകാശൻ എന്നെ ഇതുവരായിട്ടും കിടന്ന് ഉറങ്ങാത്തെ? എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ മോളുവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞപ്പോ ഉറക്കം വന്നില്ല എന്ന് പറയണം. എന്നാ ശരി, എന്നാ ഞാൻ വെച്ചോട്ടെ, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് പറയണം. എന്നാ ശരി മോള് കിടന്ന് ഉറക്കാളാനൊക്കെ പറയണം. അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോ ലക്ഷ്മിക്കാണെ അടിമുടി പെരുത്ത് കയറി. അയാളുടെ ഒരു മോള് വിളി ഞാൻ പറയണില്ല, നല്ല ദേഷ്യം വരുമായിരുന്നു. ആ സമയത്ത് കല്യാണിയും കിരണും കൂടെ കൺമണിയും കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. പെട്ടെന്ന് കല്യാണി ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അത് ശരിയാണ്, കാരണം ഇവിടെ നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് കുണെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അവര് കരുതും നമ്മളാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയെന്ന് കരുതുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിറ്റ് ഔട്ടിൽ കൊണ്ട് കിടത്തിയാലോന്ന് ചോദിക്കാം. അത് ശരിയാ, കുഞ്ഞുണർന്ന് കരഞ്ഞു കഴിയുമ്പത്തേനും സരി വന്ന് എടുത്തോളുമായിരിക്കും എന്ന് പറയാ. അങ്ങനെ എന്ത് ചെയ്യുവാണ്? രാഹുലിന്റെ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ട് പോവാണ് കിരണ. പിന്നീട് കുഞ്ഞിനെ സിറ്റ് ഔട്ടിൽ കിടത്തിയിട്ട് അവരൊന്നും അറിയാത്ത മട്ടില് തിരികെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവിടെ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ആരാ വന്ന് കുഞ്ഞിനെ എടുക്കുന്ന അറിയാൻ വേണ്ടി അവരകത്ത് കയറി ജനലിൽ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയം സരു ആകപ്പാടെ വിഷമിച്ച് മുറിക്കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കുഞ്ഞു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ കരഞ്ഞ്. സരുവിന് തോന്നി തന്റെ കുഞ്ഞല്ലേ കരയണേന്നൊരു ചിന്ത വരുവാണ്. അതെ, തന്റെ കുഞ്ഞ് തന്നെയാ കരയണേ. പെട്ടെന്ന് സരു എന്ത് ചെയ്യണം, മോളേന്ന് വിളിച്ചോണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുവാണ്. ആ പറയാൻ മനോഹർ വന്നിട്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ മോള് കരഞ്ഞെന്ന് പറയണ. അത് നിനക്ക് ചിലപ്പോ തോന്നിയതാ എന്ന് പറയണ. ഇല്ല എന്റെ മോള് കരഞ്ഞെന്ന് പറഞ്ഞിട്ട് കഥകും തുറന്ന് പുറത്തിറങ്ങി.
പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ സിറ്റ് ഔട്ടിൽ കൺമണി ചുറ്റും നോക്കി കഴിഞ്ഞപ്പോ ആരെയും കണ്ടില്ല. പൊന്നു മോളെന്ന് പറഞ്ഞോണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ്. ആ സമയം മനോഹർ വിചാരിച്ചെന്താ ഇവള് ചിലപ്പോ ഇവൾക്ക് തോന്നിയതായിരിക്കും, മാനസിക വിഭ്രാന്തി കൊണ്ട് അങ്ങനെ സംഭവിച്ചായിരിക്കും എന്നോർത്തോണ്ട് മനോഹർ അവിടെ നിന്നോളൂ, താഴേക്ക് ഇറങ്ങി വന്നില്ല. അപ്പോഴേക്കും കുഞ്ഞിനെ കൊണ്ട് സരിയോ അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഒരു നിമിഷം മനോഹരം ഞെട്ടിപ്പോയി. കുഞ്ഞോ കൺമണിനെ എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കും. എനിക്കറിയില്ല, സിറ്റ് ഔട്ടിൽ ആരോ കൊണ്ടെന്ന് വെച്ചാന്ന് പറയണം, ആരാന്നും അറിയില്ല എന്ന് പറയണം. എന്നാലും ഇത് എന്തൊരു അത്ഭുതമാണെന്ന് പറയാണ് കുഞ്ഞിനെ കിട്ടിയത്. എന്റെ മനുവേട്ട, ഞാൻ എത്രമാത്രം നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തിയാലെന്ന് അറിയാമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് മനോഹർ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചു. എന്റെ മോളെ, കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഞാനും കുറെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായി തീർന്നേനെ, ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു പറയണം. മനുവേട്ടൻ എന്തായി പറയണേ നിൽക്കും. ഞാനങ്ങോട്ട് മുകളിലേക്ക് പോയാനെന്ന് പറയണ. മുകളിലേക്കോ? അതെ, ഞാൻ മരിച്ചു പോയാനെന്ന് പറയാം. 2 ദിവസം നോക്കിയിട്ട് കുഞ്ഞിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആ കണക്ക് ചെയ്താനും. എനിക്ക് അത്രയ്ക്ക് ജീവൻ എന്റെ പൊന്നു മോളെന്ന് പറയണം. മനുവേട്ട, ഇങ്ങനൊന്നും പറയരുത് മനുവേട്ട, കുഞ്ഞുമായിട്ട് നമ്മൾ ഒത്തിരി കാലം സന്തോഷത്തോടെ ജീവിക്കും പറയാം. കുഞ്ഞിന്റെ കരച്ചിലും ബഹളവും കേട്ട് രാഹുലിനോട് ഷാരി പറഞ്ഞു, അതെ കൺമണിയുടെ കരച്ചിലേ കേൾക്കണം നിൽക്കും. അതെങ്ങനെയാ നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയാം. അല്ല, കൺമണിയുടെ കരച്ചിൽ തന്നെ കേട്ടെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സരുവിന്റെ മുറിയിലേക്ക് വരുമ്പോ കുഞ്ഞിനെ മടിയെ വെച്ച് കൊഞ്ചുകൊണ്ടിരിക്കുന്ന സരുവിനെയാ കണ്ടത്. ഈ കാഴ്ച കണ്ടത് ഒരു നിമിഷം ഷാരി ഞെട്ടിപ്പോയി. പിന്നീട് രാഹുലിനെ നോക്കുവാണ്. രാഹുൽ ഓർത്ത് ഇത് എങ്ങനെ സംഭവിച്ചു, അയാളുടെ കൊച്ചിനെ കൊടുത്തു വിട്ടതാ. പക്ഷെ ആണ്ട് ആ കുഞ്ഞവിടെ തിരിച്ചു വന്നിരിക്കുന്നു. ആരാ എന്താ ഇങ്ങനെ ഒന്നും മനസ്സിലായില്ല. അവരൊന്ന് നോക്കുന്നതിന് സരി ചോദിച്ചു, എന്തിനാ നിങ്ങൾ വന്നേ? വീണ്ടും എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാനായിരിക്കുമല്ലേ, മര്യാദയ്ക്ക് കടന്നു പോക്കോ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയ കഥ അങ്ങോട്ട് അടയ്ക്കുവാണ്. മനോഹർ ചെന്താ മോള് നീ കാണിച്ചേന്ന് ചോദിക്കാം. അവരെന്റെ കുഞ്ഞിനെ കാണുക പോലും ചെയ്യണ്ട, അവരാന്ന് തോന്നേ തട്ടിക്കൊണ്ട് പോയാൻ തോന്നുക. എനിക്ക് തോന്നേ ഇനി അവരുടെ കൺമുന്നിൽ എങ്ങാനും എന്റെ കുഞ്ഞ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയും തട്ടിക്കൊണ്ടു പോകും. മനുവേട്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട് മാറാന്ന് പറയാം. വീട് മാറാനാ? അതെ, നമുക്ക് അമേരിക്കയ്ക്ക് പോവാം. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് പറയാം. മോള് പെട്ടെന്ന് പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല. ദേ, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ ഞാൻ ജീവനോടെ ഇരിക്കില്ല. അറിയാലോ, കുഞ്ഞില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആകെപ്പാടെ മനോന്നല്ല താഴ്ന്നു തോന്നിയെന്ന് പറയാണ്. ആ സമയം ഷാരിയും രാഹുലും കൂടെ മുറിയിലേക്ക് ഇല്ലുവാണ്. ഷാരി ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞേ ആ കുഞ്ഞിനെ ഇനി തിരികെ കിട്ടില്ലെന്ന്, എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല. ഷാരി പറഞ്ഞു, അയാൾ കുഞ്ഞിനെ കൊണ്ടുപോയതാണല്ലോ, പിന്നെ എങ്ങനെയാ ആരെവിടെ സിറ്റ് ഔട്ടിൽ കൊണ്ടു വെച്ചെന്ന് ചോദിക്കാം. രാഹുൽ പറഞ്ഞു, ഇനിയിപ്പോ അയാളെങ്ങാനും തിരികെ കൊണ്ടു വെച്ചാണോ? അങ്ങനെ വരാൻ വഴിയില്ലെന്ന് ഷാരി പറയണം. എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആരാ കൊണ്ടു വെച്ചതൊന്നും അറിയത്തില്ല. ഇനിയിപ്പോ പോലീസുകാരാണ് ഇങ്ങനെ കൊണ്ടു വെച്ചിട്ട് പോവാ. നമ്മുടെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കത്തല്ലേ ഉള്ളു. ഷാരി, നീ എന്ത് വിട്ടുതരെ പറയണെന്ന് ചോദിക്കും. അത് ശരിയാ, ഇനിയിപ്പോ കിരണും കല്യാണി അവരൊന്നും അങ്ങനെ ചെയ്യത്തില്ല, അവർക്ക് അറിയത്തില്ലോ. പിന്നെ അയാൾ എന്തിനാ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവച്ചെന്ന് എത്ര ആലോചിച്ചിട്ട് രാഹുലിന് ഒരു പിടിയും കിട്ടിയില്ല. തന്റെ പൈസ മേടിച്ചിട്ട് അയാൾ പോയിരിക്കുന്നേ. അയാൾ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് രാഹുൽ വിളിക്കുകയാണ്. രാഹുൽ അയാളുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചപ്പോ അയാൾ കോൾ എടുത്തു. എടോ, തന്നോട് കുഞ്ഞിനെ കൊണ്ട് കടന്നു പോകാൻ പറഞ്ഞിട്ട് താൻ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കും. എന്റെ സാറേ, കുഞ്ഞിനെ കൊണ്ട് പോകാനായിട്ടിരുന്ന ആ സമയത്ത് 2 പേര് വന്ന് കുഞ്ഞിനെ അടിച്ചെടുത്തോണ്ട് പോയെന്ന് പറയണം. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ, പോലീസിനെ അങ്ങനെ പിടി വീഴുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് രക്ഷപ്പെടണമായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് ഓടി രക്ഷപ്പെടുക. ഇനി ദൈവമേ, ഇങ്ങനത്തെ ദണ്ഡന പരിപാടികളൊന്നും ഞങ്ങളെ ഏൽപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കിട്ടുകയാണ്. രാഹുൽ പറഞ്ഞു, അവൻ നമ്മളെ ചതിച്ചെന്ന് പറയാണ്. എനിക്ക് തോന്നുന്നു 2 പേര് എന്നാ പറഞ്ഞേ, മിക്കവാറും അത് കിരണും കല്യാണി ആയിരിക്കും. ഷാരി പറഞ്ഞു, അത് ശരിയാ, അവർക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു നമ്മളെ. അങ്ങനെയാണെങ്കിൽ നാളെ കണ്ടു കിരൺ ഇങ്ങോട്ട് വരും, മിക്കവാറും നിങ്ങളെ പഞ്ഞിക്കിടൂന്ന് പറയണ. ഇത് കേട്ടെങ്കിൽ രാഹുൽ പറഞ്ഞു, ഇനി എന്ത് ചെയ്യാനാന്ന് പറ. കുഞ്ഞിനെ തിരികെ കൊണ്ടുവന്നില്ലേ, ഒരു പക്ഷെ ആ കുഞ്ഞിന് യോഗം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. എന്തായാലും അത്രയും വലിയൊരു ക്രൂരത ചെയ്ത ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന്. അങ്ങനെ ചെയ്തിട്ടും വല്ല പ്രയോജനം ഉണ്ടായ ആ കുഞ്ഞ് തിരികെ ഇവിടെ എത്തിയില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, ഇതും കൊണ്ട് നീ രാഹുൽ തളരാനിട്ട് പോകുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. ആ സമയം കിരണും കല്യാണിയും ദീപയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ദീപ പറഞ്ഞു, എന്നാലും അയാൾക്ക് എങ്ങനെ തോന്നി ആ കുഞ്ഞിനെ കൊണ്ടുപോയി കളയാനായിട്ട്? സ്വന്തം മോളുടെ കുഞ്ഞല്ലേ, എന്നിട്ട് അയാൾക്ക് അങ്ങനെയൊക്കെ തോന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ കല്യാണം പറഞ്ഞു, അയാൾക്ക് അതിന് സ്വന്തം ചോരയെന്നോ അങ്ങനെ ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും അല്ല, അയാളുടെ സ്വന്തം കാര്യം ചിന്താവാ എന്നൊരു ചിന്താഗതിയാ. എന്ത് ചെയ്യാനാ, അങ്കിളാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് കിരൺ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നേ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.